വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. വയനാട്ടിലെ പോലീസുകാരന്റെ മരണം കൊലപാതകമാകാമെന്ന ആരോപണം. വയനാട് പോലീസ് ക്യാമ്പിലെ മുൻ കമാൻഡിംഗ് ഓഫീസർ രാമൻകുട്ടിയുടെ മരണം കൊലപാതകമെന്ന് ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. ശനിയാഴ്ച രാത്രി SDPI പ്രവർത്തകർ രാമൻകുട്ടിയെ വീട്ടിൽ കയറി ആക്രമിച്ചിരുന്നു. പിന്നീട് രാമൻകുട്ടിയെ കഴുത്തിൽ കല്ല് കെട്ടിയ നിലയിൽ കിണറ്റിൽ കണ്ടെത്തുകയായിരുന്നു. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നുണ്ട്. അർജുൻ, വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ, ഒരു നിരീക്ഷണം ഹിന്ദു ഐക്യവേദിയുടെ ഭാഗത്തു നിന്നും വരുന്നു. അതായത് വയനാട്ടിലെ പോലീസുകാരന്റെ മരണം കൊലപാതകമാണെന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇവർ ആരോപിക്കാനുണ്ടാകുന്ന സാഹചര്യം എന്തൊക്കെയാണ്? എന്തായാലും സ്വന്തമായ ഒരാൾ കഴുത്തിൽ കല്ല് കെട്ടി ആ കിണറ്റിൽ ചാടില്ലല്ലോ. അത്തരത്തിൽ തന്നെയാണ് ഇവരുടെ ഒരു അനുമാനം എന്ന് പറയുന്നത്. അതായത് വയനാട് പോലീസ് ക്യാമ്പിലെ മുൻ കമാൻഡിംഗ് ഓഫീസർ രാമൻകുട്ടിയാണ് ഇത്തരത്തിൽ ഈ ഒരു കിണറ്റിൽ, വീടിന്റെ അടുത്തുള്ള കിണറ്റിൽ ഈ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത്. ഇത്തരത്തിൽ ഇത് കൊലപാതകമാണെന്നാണ് ഇവർ പറയുന്നത്, ഹിന്ദു ഐക്യവേദി ആരോപിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കല്ല് കെട്ടിയൊക്കെ ഈ കിണറ്റിൽ ചാടണമെങ്കിൽ അങ്ങനെ ചാടാൻ കഴിയില്ല, അത് ആരെങ്കിലും കൊന്നിട്ടതാകാം എന്നുള്ള ഒരു നിഗമനമാണ് ഹിന്ദു ഐക്യവേദി പറയുന്നത്. ഇതിനാസ്പദമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ച ഇദ്ദേഹം ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്ന് ആരോപിച്ചുകൊണ്ടാണ് പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി SDPI പ്രവർത്തകരടക്കം, മാത്രമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥനടക്കമുണ്ട്, DYSP ഓഫീസിലെ പോലീസ് ഉദ്യോഗസ്ഥനടക്കം വരികയും പിന്നീട് ഇയാളെ മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് പിന്നെ ഇയാൾ ഈ വീടിന്റെ മറ്റൊരു വഴി, പുറകിലെ വാതിൽ വഴി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കാരണം ഇവർ തല്ലാൻ വന്നപ്പോൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് പിന്നീട് ഇദ്ദേഹത്തെ ആരും കണ്ടിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ കിണറ്റിൽ വീണ നിലയിൽ ഇദ്ദേഹത്തെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് പോലീസൊക്കെ വരികയും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. പോലീസിന്റെ ആത്മഹത്യയാണെന്ന ഒരു നിഗമനമൊക്കെയാണ് ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീടാണ് വലിയ അസ്വാഭാവികമായ നിലയിൽ ഇദ്ദേഹത്തെ കണ്ടെത്തിയെന്നതിലേക്ക് ഹിന്ദു ഐക്യവേദി പരാതി ഉന്നയിക്കുന്നതും വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും ചെയ്യുന്നത്. ഇതിന് കൃത്യമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രശ്നം ഉയർത്താനാണ് ഹിന്ദു ഐക്യവേദിയുടെയും അതുപോലെ തന്നെ മറ്റുള്ള സംഘടനകളുടെയും ഒക്കെ തീരുമാനം എന്ന് പറയുന്നത്. ഇതിനാൽ തന്നെയും ഇത്തരത്തിൽ SDPI പ്രവർത്തകർ, 25ഓളം SDPI പ്രവർത്തകരാണ് ഈ രാമൻകുട്ടിയുടെ വീട് വളഞ്ഞ് ഈ രാമൻകുട്ടിയും അതുപോലെ തന്നെ വീട്ടുകാരെയും ഈ കൈകാര്യം ചെയ്യുവാനൊക്കെ തുനിഞ്ഞത്. മാത്രമല്ല, ഈ SDPI പ്രവർത്തകർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ പോലീസ് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലും ഈ SDPI പ്രവർത്തകരെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നടപടികളിലേക്ക് കടന്നിട്ടുണ്ടോ? നടപടിയും ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ DYSP ഓഫീസിൽ, അതായത് ബത്തേരി DYSP ഓഫീസിലെ ഒരു പോലീസുകാരൻ അടക്കമാണ്, അതായത് ഫൈസൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്, ആ ഫൈസൽ അടക്കമുള്ള 75ഓളം SDPI പ്രവർത്തകരാണ് ഈ വീട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലാണ് ഇവിടെയുള്ള നാട്ടുകാരടക്കം, ഈ ഇത്തരത്തിലുള്ള ഹിന്ദു ഐക്യവേദിയുള്ള പ്രവർത്തകരടക്കം പറയുന്നത്. എന്നാൽ തന്നെയും ഇതുവരെയും ഇവരെ ഒരു ചോദ്യം ചെയ്യുകയോ ഇവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ഇവരുടെ പരാതി എന്ന് പറയുന്നത്. ഇതുവരെയും ഈ ഒരു പ്രവർത്തകരെ ഒന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും പോലീസ് അടക്കം ഇവിടെ വന്ന സ്ഥിതിക്ക്, അതായത് പോലീസിന്റെ നേതൃത്വത്തിലാണ് SDPI പ്രവർത്തകർ വന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഈ പോലീസ് ചോദ്യം ചെയ്യുക എന്നുള്ള ഒരു ചോദ്യം കൂടി ഈ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ അത് തന്നെയാണ്. എന്തായാലും അർജുനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്. വയനാട്ടിലെ പോലീസുകാരന്റെ മരണം കൊലപാതകമാണെന്നാണ് ആരോപണം. ഒപ്പം SDPI പ്രവർത്തകരുടെ പേരും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്.